പിന്നീട് അങ്ങോട്ടുള്ള യാത്രയെല്ലാം ഭയങ്കര ഭംഗിയാണ്. അതുവരെ കണ്ടിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള അത്ര മാർവലസ് ഒരു ആർക്കിടെക്ചറാണ്. എന്തായാലും അവിടെ രാത്രി ബൈപ്പാസ് റോഡിലൊന്നും എത്തില്ല എന്നുള്ളത് അറിയാം. ഇതുവരെ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതിൽ, സ്റ്റേ ചെയ്തിട്ടുള്ളതിൽ ഒരു ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു റൂമിൽ കിടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഹായ് ഓൾ. അങ്ങനെ മൂന്നാം ദിവസം നിലമ്പൂരാണ് നിൽക്കുന്നത്. നേരെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ മുംബൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ പൂനെ ബൈപ്പാസിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിലമ്പൂരിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ശരിക്കും നിലമ്പൂരിൽ നിന്ന് പിന്നീട് അങ്ങോട്ടുള്ള യാത്രയെല്ലാം ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ഭംഗിയെന്ന് വെച്ചാൽ ഈ മുതുമല ഫോറസ്റ്റ് വഴിയൊക്കെയാണ് പോകുന്നത്. ഒരുപാട് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ കടന്ന് ശരിക്കും കാട്ടിൻ്റെ ഭംഗി നന്നായിട്ട് ആസ്വദിച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മളെ പ്ലാനിലുണ്ടായിരുന്ന ബേലൂർ ചെന്നകേശവ ടെമ്പിളിലെത്തി. ചെന്നകേശവ ടെമ്പിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ കണ്ടിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ക്ഷേത്രമാണ്. ശരിക്കും നേരത്തെ പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം യാത്ര മാഗസീനിലാണ് ആദ്യമായിട്ടാണ് ചെന്നകേശവ ടെമ്പിളിനെ പറ്റിയിട്ട് ഞാനൊരു ഇമേജ് കാണുന്നത്. മോഹൻലാൽ ചെന്നകേശവ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ആ ക്ഷേത്രത്തിൽ പോകണമെന്നൊരു ആഗ്രഹം തോന്നുന്നത്. കാരണം അത്ര മാർവലസ് ഒരു ആർക്കിടെക്ചറാണ്, ഒരു ആർട്ടാണ് ശരിക്കും ആ പറയുന്ന ടെമ്പിൾ എന്ന് പറയുന്നത്. അത്ര നല്ല രസമായിട്ട് കല്ലിൽ കൊത്ത് പണിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ടെമ്പിൾ. ഓക്കെ, അത് ശരിക്കും നല്ലൊരു ടൈമിൽ, ആ വൈകുന്നേര ടൈമിൽ നന്നായിട്ട് ഇതേ ഉള്ളൂ. ആ ക്ഷേത്രത്തിന് പറ്റിയ കോസ്റ്റ്യൂമിലല്ല ഞങ്ങൾ പോയത്. കാരണം രണ്ടുപേരും റൈഡിങ് ജാക്കറ്റും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് കയറുന്നത്. ജാക്കറ്റ് മാത്രം. ഓക്കെ, ബാക്കിയൊക്കെ അവിടെ ഒതുക്കി വെച്ചിട്ടാണ് ഞങ്ങൾ. ബാഗ് ഉണ്ട് കയ്യിൽ, ബാഗിൽ സാധനങ്ങളുണ്ട്. പക്ഷേ ബാക്കി ഹെൽമെറ്റൊക്കെ അവിടെ തന്നെ കൗണ്ടറിൽ വെച്ചിട്ട് ഞങ്ങൾ ക്ഷേത്രം കാണുകയാണ്. ഓക്കെ, അത് നല്ല ടൈമിൽ കാണാൻ പറ്റി. ഇറങ്ങിയതും നല്ല മഴയുമായിരുന്നു. ആ ഒരു മഴയൊക്കെ വന്ന് തെളിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബൈപ്പാസ് തപ്പിയിട്ടുള്ള യാത്ര. അതായത് എന്തായാലും അവിടെ രാത്രി ബൈപ്പാസ് റോഡിലൊന്നും എത്തില്ല എന്നുള്ളത് അറിയാം. അതായത് ഈ ബാംഗ്ലൂർ ടു പൂനെയിലുള്ള ബൈപ്പാസിൽ എത്തില്ല എന്നുള്ളത് അറിയാം. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്റ്റേക്ക് പറ്റിയിട്ടുള്ള ഒരു നല്ല സ്ഥലം നോക്കി പോകാൻ ഉദ്ദേശം. എത്ര ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം ഫ്രണ്ടിലേക്ക് പോകാമെന്നൊരു പ്ലാനുണ്ട്. അങ്ങനെ ഒരു പ്ലാനിലാണ് പോയത്. വൈകുന്നേരമായി, നന്നായിട്ട് ഇരുട്ടി. എന്നിട്ട് ഞങ്ങൾക്കൊരു നല്ല സ്റ്റേ ഉള്ള നല്ലൊരു ലൊക്കേഷൻ കിട്ടിയില്ല. ഹരി ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങൾ കാണുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകാം. ഓക്കെ, കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവസാനം ഒരിടത്ത് അങ്ങ് നിർത്തി. ഓക്കെ, ഇനി ഫ്രണ്ടിലേക്ക് പോകണ്ട. റോഡ് പണിയൊക്കെ ആയിരുന്നു, കുറേ ദൂരം റോഡ് പണി തീരണില്ല. അത്ര രാത്രിയായി, ഇനിയിപ്പം ചിലപ്പോൾ വഴിയിലായി പോകുമോ എന്നൊക്കെയുള്ള ടെൻഷനായിട്ട് ഞങ്ങളൊരു ഭയങ്കര റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരു പക്ഷേ ഇതുവരെ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതിൽ, സ്റ്റേ ചെയ്തിട്ടുള്ളതിൽ അത്രയും ഒരു ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളൊരു റൂമിൽ കിടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കിടന്നിട്ടില്ല. അങ്ങനത്തെ ഒരു റൂമിലായിരുന്നു ഞങ്ങൾ അന്ന് ആ രാത്രി കഴിച്ചു കൂട്ടിയത്. ഒരു പക്ഷേ മുംബൈയിൽ പോലും അത്രയും ചെറിയ റൂം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേര് ആ റൂമിൽ വളരെ ബുദ്ധിമുട്ടി കഴിച്ചുകൂടെ ഉണ്ടായി. ഓക്കെ, അങ്ങനെയാണ് ആ ദിവസം എൻഡ് ആവുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ നല്ല രാത്രിയായി. ഒരു 10 മണി 11 മണി ആ ഒരു ടൈമിലാണ് ഈ പറയുന്ന അവിടെ സ്റ്റേ കിട്ടുന്നത്. അങ്ങനെയാണ് ഡേ 3 അവസാനിക്കുന്നത്. ഞങ്ങളിപ്പോൾ ബേലൂർ ചെന്നകേശവ ടെമ്പിളിലാണ്. എങ്ങനെയുണ്ടായിരുന്നു ഹരി? അടിപൊളിയായിരുന്നു, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു ആർക്കിടെക്ചർ ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ആണ്. നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു സ്ഥലം ഒരിടത്തും കാണാൻ പറ്റില്ല. കാരണം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല കൊത്തുപണികൾ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു ലാൻഡ്സ്കേപ്പ് പിക്ചറാണ് കിട്ടുന്നത്. ശരിക്കും അടുത്ത് നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും ഇതിൻ്റെയൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്താണ് കൊത്തുപണികളാണ്. വളരെ നല്ല രസമാണ് കാണാനായിട്ട്. ഇത് ഒരൊറ്റ ബിൽഡിംഗ് അല്ല, ആ കാണുന്നത് മെയിൻ ചെന്നകേശവ. ഒരു ദിവസം പോരെന്നുണ്ടല്ലേ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ശരിക്കും ഈ കാണുന്ന ബിൽഡിംഗ് മാത്രമല്ല, ഇത് മെയിൻ ക്ഷേത്രമാണ്. അതിനോട് ചുറ്റും തന്നെ വേറെയും ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഉപദേവതകളുടെയൊക്കെ ക്ഷേത്രമുണ്ട്. അതൊന്നും നമ്മൾ ശരിക്കും കണ്ടില്ല. നല്ല അടിപൊളി ഒരു കൊടിമരമുണ്ട്. കൊടിമരം, അതെ, കൊടിമരത്തിനോട് ചേർന്ന് തന്നെ ഗരുഡസ്വാമിയുണ്ട്. അതിനുശേഷമാണ് ശ്രീ ചെന്നകേശവ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടം. അതുപോലെ തന്നെ ഗോപുരം, അതായത് പ്രധാന കവാടം ശരിക്കും ഇതാണ്. ഈ ഗോപുരം കടന്നിട്ടാണ്, ഈ എൻട്രൻസ് കടന്നിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ ഹരി? വേറെ ഒന്നുമില്ല, തൃപ്തിയായി, ഞാൻ സംതൃപ്തനായി. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഓക്കെ,
അവിടെ അന്ന് ഇപ്പോൾ ഒരു എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ വണ്ടി വെച്ചേക്കുന്ന സ്ഥലത്ത് ഒന്ന് നോക്കുമ്പോഴാണ് ഈ ഭാഗത്തൊക്കെ വരുന്ന സമയത്തും എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നല്ല എനിക്ക് ആ ചില ഇമേജസ് ഉള്ളിലുണ്ട്.